ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ, കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലെന്ന് പറയുന്ന കേട്ടു. ആര് പറഞ്ഞു? അവിടെ മരിയുണ്ടോ? അവിടെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. മരിയുമില്ല, ശങ്കറും ഇല്ല, പണിക്കില്ല. ഞാനിപ്പോ വരാം. പണിക്കൽ സാറില്ലേ? ഇല്ല. ശങ്കർ അവര് വരില്ല. സുഖമില്ലാതെ കിടക്കുകയാണെന്ന് സെൻട്രൽ ഹോട്ടലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. ഫ്ലോട്ട് തള്ളിയതിന്റെ വിഷമങ്ങളാണ്. ഫ്ലോട്ട് തള്ളിയതിൽ അവർ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. നീ ഒരു ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോയിക്കോളൂ. ചേട്ടനോട് പോന്നു. അതൊക്കെ വന്നിട്ട് പറയാം. María. 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 उस लड़की को अब तक होश नहीं आया। जीके ने उसको हॉस्पिटल पहुंचाया था। मणिकर और शंकर कहाँ है? अंडरग्राउंड में होंगे। It is impossible. സാർ ഞാൻ പറയുന്നു കേൾക്ക്. This is my last word. കേരള പൊളിറ്റിക്സിലും നാഷണൽ പൊളിറ്റിക്സിലും പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഇഷ്യൂവാണിത്. അവരൊക്കെ അധികാരം കയ്യിലുള്ളവരാണ്. അവരോട് കളിക്കുന്നത് നമുക്ക് നല്ലതല്ല. ഈ പത്രം പൂട്ടിപ്പോൻ ഇത് മതി. സാർ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലോ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ന്യൂസ് ഈ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എതിർത്താലും മറ്റെവിടെയെങ്കിലും ഞാനത് പ്രസിദ്ധീകരിക്കും. ജി കെ നിൽക്കും. മിസ്റ്റർ ജി കെ, നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യരുത്. ഒന്നുമില്ല, പെണ്ണിന്റെ ഭാവി ഉണ്ടാകും. ആ പെണ്ണിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങളെക്കാൾ താല്പര്യം എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ടു മാരി ഹർ. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകുന്നു. Hey, what bloody nonsense you are doing? Take him into custody. Yes, sir. What matter?
എന്താടോ? മരിയയുടെ ഫാദർ വന്നിട്ടുണ്ട്, ഫെർണാണ്ടസ്. ക്ഷമിക്കണം സാർ, ഒരബദ്ധം പറ്റിപ്പോയി. പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി നശിക്കും. സാറിന്റെ മകളുടെ ഭാവി എന്താവും? മരിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഡോക്ടർ പറഞ്ഞു. ഇനി നാട്ടിൽ ചികിത്സിച്ചാൽ മതി. ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും അത് ചോരും. കാല് പിടിക്കാമെന്ന് വിചാരിച്ചാൽ മതി സാർ. ട്രിവാൻഡ്രത്തേക്ക് നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് 2 ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. इनकी हर बात झूठी है. कई बार मैंने इनको निकालने की कोशिश की है. बड़े बड़े लोगों की बेइज्जती करना इनकी आदत है. कृष्णमूर्ति एक पागल आदमी था या नहीं? हाँ जी. ऑफिस में इन्होंने कई बार झगड़ा किया था. Well, that's all, Your Honor. हाँ जी, मैंने ही कृष्णामूर्ति का इलाज किया है. कृष्णामूर्ति एक पागल आदमी है. ये इलाज की रिपोर्ट है. कृष्णमूर्ति को किस तरह का पागलपन था? He is a schizophrenic patient. पागलपन जो देखा नहीं वो देखा हुआ सा लगता है. Your Honor, his statement is false. All are blatant lies. There's absolutely no relationship between him and my daughter. No one has done any harm to her. She is under treatment in a Kerala hospital after a road mishap. This fellow is mad. See, Mr. Agarwal, you have to do. You must. No, I can't do it. We know that man GK is innocent. That's beyond my conscience. ഓ, അവന്റെ അമ്മയുടെ മനസാക്ഷി. നമ്മൾ ആവശ്യക്കാരാണ് കണ്ടപ്പോ അവൻ വില പേശുക, വില കൂട്ടാൻ. ശങ്കർ, ഇവിടെ വരൂ. കാശൻ കാശ്, പ്രൊമോഷൻ പ്രൊമോഷൻ. എന്തെങ്കിലും ഓഫർ ചെയ്താലും നോക്കണോ? കുറഞ്ഞ 5 വർഷം GK അകത്ത് കിടക്കണം. The prosecution has proved the case against the accused beyond doubt. Thus, this court sentences the accused to undergo rigorous imprisonment for 5 years. The accused being a lunatic, the first 2 years he has to be in a mental asylum. No, I am not mad. എനിക്ക് ഭ്രാന്തില്ല. मैं पागल नहीं हूं. I am not mad. I am not mad. എനിക്ക് ഭ്രാന്തില്ല. I am not mad. I am not mad, sir. അതുകൊണ്ടും കഴിഞ്ഞില്ല. അവരെന്നെ മെന്റൽ അസൈലത്തിലേക്ക് മാറ്റി. I am not mad. मैं पागल नहीं हूं.
ഇവനിനി ഒരിക്കലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യരുത്. ഓക്കെ സാർ. ശരി സാർ. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന മേരിയയുടെ ഫാദർ മിസ്റ്റർ ഫെർണാണ്ടസ് ആ സംഭവത്തിന്റെ ഷോക്കിൽ മരിച്ചു. എന്നെ ആസ്പത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയ ദിവസം മരിയ വന്നിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്നത്തെ ആ സംഭവത്തിന്റെ ഷോക്കിൽ മരിയയുടെ ഫാദർ മരിച്ചു. നാട്ടിൽ അവൾക്ക് മറ്റാരുമില്ല. സ്വത്തുക്കളെല്ലാം വിറ്റ് അവൾ ഡൽഹിയിൽ വന്നതാണ്. എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം മരിയയാണെന്ന് ഉമ്മ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മരിയയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഞാനകത്തും അവൾ പുറത്തുമായി. ഉമ്മയ്ക്ക് എന്നും അവളോട് വെറുപ്പാണ്. അവൾക്ക് UNA-യിൽ ജോലി വാങ്ങിക്കൊടുത്തത് മരിയയാണെന്ന് ഉമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എന്തെങ്കിലും പുറത്തു വരുമെന്നും കാത്താണ് മരിയ എന്നും ഡൽഹിയിൽ തന്നെ തുടരുന്നത്. ഇന്നവൾക്ക് ആരുമില്ല, ഞാനുണ്ടെന്നാണ് അവളുടെ വിശ്വാസം. പക്ഷേ എനിക്കിനി അങ്ങനെ ഒരു ജീവിതമില്ല. സാറിന് ഇനി 5 മാസം കൂടിയല്ലേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ സാർ എന്ത് ചെയ്യാൻ പോകുന്നു?